ഞാനിനി ലേറ്റ് ആയാൽ ശരിയാവില്ല. അമ്മായി ദേ സുഗന്ധി കട കാണിച്ചിരും കേട്ടോ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നീ മണിയുടെ അടുത്തേക്ക് ചെല്ല്. ശരി. അമ്മായി വരൂ. മോളെ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കണം മോളെ. അതിനെന്താ, വാങ്ങാലോ. വാ. എത്രയായി? 350. ഓ, നാട്ടിൽ മാത്രമല്ല, ഓ ഇവിടെ സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാ അല്ലേ? അമ്മായിക്ക് ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ഏയ്, ഇനിയൊക്കെ പിന്നെ ആവാം. തൽക്കാലം ആവശ്യത്തിനുള്ളതൊക്കെ ആയല്ലോ. ഇനി ഇവിടെ നിന്ന് മഹിമ താമസിക്കുന്നിടത്ത് കുറെ ദൂരം ഉണ്ടോ മോളെ? ഇല്ല, കഷ്ടിച്ച് ഒരു 5 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. വാ അമ്മായി. എന്തായാലും സുഗന്ധിയെ കണ്ടതും പരിചയപ്പെട്ടതും ഒക്കെ കാര്യമായി. മഹിമയ്ക്ക് എപ്പോഴും തിരക്കോട് തിരക്കാം. അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പാവം, അവളുടെ സാഹചര്യം അങ്ങനെ ആയി പോയില്ലേ. ചെറുക്കന് വയ്യാതെ ആയതോടുകൂടി അവൾ ആകെ ആദ്യ പിടിച്ച് നടക്കുക. അല്ല, സുഗന്ധിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇവിടെ അടുത്ത് തന്നെയാണോ? അല്ല, കുടുംബക്കാരുമായിട്ട് വല്ല സ്വരച്ചേർച്ചക്കേടുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത് സുഗന്ധി കേട്ടില്ലേ? ഈ കൊച്ചിതോടെ പോയി. അവൾ ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. ഇനി കടയിലും എല്ലാം മറന്നു വെച്ചിട്ട് അത് എടുക്കാൻ വേണ്ടി പോയതാണോ? എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഇനി അവളെ കാത്തു നിൽക്കുന്നില്ല. നേരെ നടന്നാ മതിയെന്നല്ലേ അവള് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. നന്നായി വേദാളി, നന്നായി. നീ ആ വൃദ്ധയിൽ കയറിപ്പറ്റിയത് എന്തുകൊണ്ടും ഉചിതം തന്നെ. ഇനി നിനക്കാർക്കും സംശയത്തിനിട നൽകാതെ ആ ബാലികയോടൊപ്പം യഥേഷ്ടം സമയം ചിലവഴിക്കാം. വേദാളി, ഒരു ദേവശക്തിക്കും നിന്നെ തിരിച്ചറിയാനോ തടയാനോ കഴിയില്ല. ധൈര്യമായി മുന്നേറൂ. ലക്ഷ്യത്തിലേക്കിനി മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് പ്രവർത്തിക്കൂ വേദാളി. സാധിച്ചാൽ ഇന്ന് പുലർച്ചയ്ക്ക് തന്നെ ആ ബാലികയെ ഈ ബലിപീഠത്തിലെത്തിക്കണം. അവിടെയാണ് വേദാളി നിന്റെ മിടുക്ക്. അതിനാ ബാലികയുടെ പിതാവിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് അടുത്ത പടി. അതിന് നിനക്ക് കഴിയണം. നിനക്കത് സാധ്യമാക്കാൻ അതിനി ഉഗ്രസേന ഘോര ഇവിടെ കർമ്മങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞു വേദാളി.
നാട്ടിൽ നിന്ന് ഇത്ര കഷ്ടപ്പെട്ട് രുക്കു അമ്മായിയെ വിളിച്ചു വരുത്തേണ്ട ആവശ്യം എന്തായിരുന്നു? അത് പിന്നെ എനിക്കൊരു സമാധാനത്തിനും സഹായത്തിനും ആരെങ്കിലും ഒപ്പം വേണ്ടേ? അതിന് ഞാനും ശിവപ്രിയൊക്കെ ഉണ്ടല്ലോ. പോരാത്തതിന് വിദ്യാമ്മയും ദേവൂട്ടിയും വാസുകി ഡോക്ടറും എല്ലാവരും ഇല്ലേ? നമ്മൾ തന്നെ ഇവിടെ വിദ്യാമ്മയുടെ അവതാരം കൊണ്ടാ കഴിയുന്നേ. അതിനിടയിൽ രുക്കു അമ്മായും കൂടി വന്നാലോ? വന്നാലെന്താ? റുക്കു അമ്മയെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതൊക്കെ ശരി തന്നെ. എന്നാലും ഒരു ഔചിത്യം നമ്മുടെ ഭാഗത്തുനിന്ന് വേണമല്ലോ. അല്ല, നീ പിന്നെന്താ രുക്കു അമ്മായിയെ പരിചയമില്ലാത്ത സ്ഥലത്ത് തനിച്ചുവിട്ടിട്ട് പോകുന്നത്? അത് മണിക്ക് മരുന്ന് കൊടുക്കാൻ സമയമായി. റുക്കു അമ്മായിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്നും പറഞ്ഞു. പ്രായമുള്ള സ്ത്രീയാ, തനിച്ചിങ്ങോട്ട് വരാൻ അവർക്ക് വഴി തെറ്റില്ലേ? ഏയ്, അത് ഓർത്ത് പേടിക്കണ്ട. ഞാൻ വഴിക്ക് വെച്ച് സുഗന്ധിയെ കണ്ടായിരുന്നു. റുക്കു അമ്മായിയെ സുഗന്ധിയെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത്. അമ്മായിയെ സുഗന്ധിങ്ങെ കൊണ്ടുവന്നോളൂ. അച്ഛാ, രുക്കമ്മായി വന്നോ? ഇല്ല മോളെ. അമ്മായി ഇനി കണ്ണി കണ്ടതൊക്കെ വാങ്ങിയിട്ടേ വരുള്ളൂ. അതുകൊണ്ടാ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്. അയ്യോ മക്കളെ, അമ്മായി വന്നു മക്കളെ. രുക്കുമായി അല്ല, രുക്കുമായി തനിച്ചാണല്ലോ. സുഗന്ധി ചിലപ്പോ വഴി പറഞ്ഞു കൊടുത്തിട്ട് പോയി കാണും. ഓടി വാ മക്കളെ, എന്റെ പൊന്നു മക്കള്. രുക്കമ്മായി സുഖം തന്നെ മക്കളെ, എന്റെ പൊന്നു മക്കള്. സുഖായിട്ടിരിക്കുന്നു രുക്കമ്മായി. ഇതാ, ഇതാ, പിടിച്ചോ. ഹായ് ആപ്പിള്. മക്കളെ നന്നായിട്ട് കടിയിട്ട് വേണം കഴിക്കാൻ കേട്ടാ. കടിയിട്ട് കഴിക്കണേ. പിടിച്ചോ. അല്ല, സുഗന്ധി കൂടെ വന്നില്ലേ റുക്കു അമ്മായി? ആ, അവള് കുറച്ചു ദൂരം എന്റെ കൂടെ വന്നിരുന്നു. വഴി പറഞ്ഞു നിന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ അവളെ കാണാനില്ല. വല്ല അത്യാവശ്യത്തിന് പോയതായിരിക്കാം. ആ മഹേശ, പിന്നെ എന്തുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാരും കൂടെ ഇവിടെ തന്നെ കൂടാനാണോ തീരുമാനം? നാട്ടിലേക്കൊന്നും വരാനുള്ള ചിന്തയില്ലേ? ഇവിടുത്തെ അവസ്ഥയൊക്കെ രുക്കുമായി അറിഞ്ഞാണല്ലോ. ആ, ഒക്കെ അറിഞ്ഞു. ആ, ഒരു കണക്കിന് നോക്കിയ കുട്ടികളൊക്കെ ഒരുമിച്ച് കഴിയുന്നതാ നല്ലത്. ആ മഹേശ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അമ്മായി വന്നതല്ലേ ഉള്ളൂ, ഒന്ന് വിശ്രമിക്കാം. അത് കഴിഞ്ഞാവാ. ആ, അത് മതി. വാ അമ്മായി. സത്രത്തിൽ അതിഥികൾ കൂടി വരികയാണ് ദേവുട്ടി. ശിവപ്രിയയുടെ വകയിലുള്ള ഏതോ ഒരു അമ്മായി കൂടി വന്നിട്ടുണ്ടെന്നാ അറിഞ്ഞത്. ശിവപ്രിയയെ തേടി ഇപ്പോ ഒരുപാട് ബന്ധുക്കളെത്തി. പക്ഷേ ബന്ധുത്വം പറഞ്ഞു വന്നവരാരും